സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ഒരു പുതിയ വർഷം കൂടി ദൈവം നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുകയാണ്. ആയുസ്സ് നീട്ടിത്തരുന്നത് ദൈവമാണെങ്കിലും ഈ ജീവിതം ജീവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എന്തുകൊണ്ടാണ് ചില മനുഷ്യരുടെ ജീവിതങ്ങൾ പരാജയപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പല കാരണങ്ങൾ കണ്ടേക്കാം. എങ്കിലും അതിൻ്റെ ഒരു പ്രധാന കാരണം ലക്ഷ്യമില്ലായ്മയാണ്. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന നിശ്ചയമില്ലാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലക്ഷ്യമില്ലാതെ ചരട് പൊട്ടിയ പട്ടം പോലെയുള്ള ഒരു ജീവിതം ആകരുത് നമ്മുടെ ജീവിതം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33.5 വർഷങ്ങളെ ജീവിച്ചുള്ളൂ. പക്ഷേ ആ ജീവിതം പോലെ സാഫല്യമാർന്ന ജീവിതം മറ്റൊന്നില്ല എന്ന് നമുക്കറിയാം. എത്ര കാലം ജീവിച്ചു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ടത്. എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം വിജയകരമാണോ അല്ലയോ എന്ന് വിലയിരുത്തപ്പെടുവാനായിട്ട് ഉപയോഗിക്കുന്ന മാനദണ്ഡം. അനുഗ്രഹകരമായ വിജയകരമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ആവശ്യമാണ്. ലക്ഷ്യങ്ങളുള്ള ഒരു ജീവിതത്തിന് മാത്രമേ ഉദ്ദേശമുണ്ടാവുകയുള്ളൂ. ഉദ്ദേശത്തോടു കൂടിയ ഒരു ജീവിതത്തിനാണ് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ നമ്മൾ പരിശോധിച്ചാൽ അവിടുന്ന് ജനിച്ചു വീണത് തന്നെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയുള്ള ജീവിതമായിരുന്നു പിന്നീടുള്ള ജീവിതകാലം. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതും അവരെ പരിശീലിപ്പിച്ചതും അതിനുമപ്പുറത്തായി കാൽവരിയിലെ ക്രൂശിൽ ജീവനർപ്പിച്ചതും അവിടുത്തെ വ്യക്തമായ പദ്ധതിക്ക് അനുസരിച്ചാണ്, ലക്ഷ്യത്തിന് അനുസരിച്ചാണ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മരക്ഷ സാധ്യമാക്കുക എന്നതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് അവിടുന്ന് ലോകത്തിൽ അവതരിച്ചത്. ആ ലക്ഷ്യം ജീവനർപ്പിച്ചുകൊണ്ട് അവിടുന്ന് സാധ്യമാക്കി നമുക്ക് നിത്യജീവൻ അവിടുന്ന് ഒരുക്കിത്തന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യത ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. 2025 നമ്മെ കാത്ത് നിൽക്കുകയാണ്. 2025 പടിവാതിക്കൽ നാം എത്തി നിൽക്കുകയാണ്. ഈ പുതിയ വർഷം അനുഗ്രഹകരമാക്കണോ വേണ്ടയോ, വിജയകരമാക്കണോ വേണ്ടയോ എന്നത് നമുക്ക് തീരുമാനിക്കാം. അതിനായി നല്ല ലക്ഷ്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഈ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊരു നല്ല അവസരമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം സംബന്ധിച്ച്, പഠനം സംബന്ധിച്ച്, തൊഴിൽ സംബന്ധിച്ച്, കുടുംബ ജീവിതം സംബന്ധിച്ച്, സഭാ ജീവിതം, ശുശ്രൂഷ ഇത് സംബന്ധിച്ചൊക്കെ നല്ല നല്ല ലക്ഷ്യങ്ങൾ വയ്ക്കുവാൻ, ആ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുവാനുള്ള ഒരു നല്ല തുടക്കം കുറിക്കുവാൻ ഈ പുതിയ വർഷം ഇടയാക്കി തീർത്തെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി നമ്മളിൽ ചിലരൊക്കെ ലക്ഷ്യങ്ങൾ വെച്ച് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പരാജയപ്പെട്ടവരായിരിക്കാം. അതൊന്നും പുതിയ ലക്ഷ്യങ്ങൾ വയ്ക്കുവാൻ തടസ്സമായി കരുതേണ്ട ആവശ്യമില്ല. ക്രിസ്തീയ ചിന്തകനായ C.S. ലൂയിസ് പറഞ്ഞ ഒരു പ്രസ്താവന കൂടി പറഞ്ഞ് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കട്ടെ. You are never too old to set a new goal or to dream a new dream. ഒരു പുതിയ ലക്ഷ്യം വയ്ക്കുവാനോ ഒരു പുതിയ സ്വപ്നം കാണുവാനോ നിങ്ങൾ അത്ര പ്രായമായിട്ടില്ല. ഇനിയും ദൈവം അനുവദിച്ചാൽ ഈ പുതിയ വർഷത്തിൽ പുതിയ ലക്ഷ്യങ്ങളോടെ, പുതിയ സ്വപ്നങ്ങളോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ വിജയകരമായ ഒരു പുതിയ വത്സരം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ.
പെയ്തിറങ്ങും സത്യം മലരായി ഇതൾവിടർത്തും. സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648.